ഹായ് എവ്രി വൺ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്പെൻഡ് വിത്ത് മീ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു മീഷോ ഹോൾ വീഡിയോ ആയിട്ടാണ്. ഒരു വീടിൻ്റെ റിനോവേഷനും അല്ലെങ്കിൽ കിച്ചൺ ഒക്കെ ഒന്ന് സെറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമൊക്കെ ആയിട്ട് നമ്മൾ കുറച്ച് സാധനങ്ങൾ മീഷോന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മീഷോന്ന് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ അൺബോക്സിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മളത് യൂസ് ചെയ്യലും കഴിഞ്ഞിട്ട് ഇപ്പോൾ അതിൻ്റെ ഒരു റിവ്യൂ പറയാനായിട്ടാണ് വന്നിട്ടുള്ളത്. അൺബോക്സിംഗ് ഒക്കെ എടുക്കൽ അത്ര എളുപ്പമല്ലായിരുന്നു, കാരണം ഓരോ ഐറ്റംസ് ഓരോ ടൈമിൽ വരുമ്പോൾ അതിൻ്റെ ഒക്കെ അൺബോക്സിംഗ് എടുക്കൽ അത്ര പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ലായിരുന്നു. അപ്പം ഞാൻ കരുതി ഓക്കെ എല്ലാം യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് പറയാമല്ലോ, റിവ്യൂ പറയാമല്ലോ, അങ്ങനെ വന്നിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് തന്നെ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക, എന്നിട്ട് അഭിപ്രായങ്ങൾ താഴെ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്ന് അൺബോക്സിംഗ് ഒന്നും കാണിക്കാനായിട്ടൊന്നുമില്ല. അപ്പോൾ നേരെ പ്രോഡക്റ്റിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇതാണ് ഫസ്റ്റിലെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഒരുപാട് പേര് പർച്ചേസ് ചെയ്തിട്ടുണ്ടാകും, ഒരുപാട് പേര് പിന്നെ വിഷ് ലിസ്റ്റിലിട്ട് വെച്ചിട്ടുണ്ടാകും എന്താണ് സംഗതി എന്നറിയാനായിട്ട്. അപ്പോൾ ഇത് ഓയിൽ ഡിസ്പെൻസറാണ്. അപ്പോൾ ഇതിൽ മീഷോയിലെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളതെന്ന് നോക്കാം. 500 ml വരുന്ന ഓയിൽ ഡിസ്പെൻസറാണ്. ഗ്ലാസ് ബോട്ടിലാണ് കേട്ടോ ഇത് വരുന്നത്. നമുക്ക് കിച്ചണിലേക്കൊക്കെ വളരെ യൂസ്ഫുള്ളാണ്. ഓയിലൊക്കെ നമുക്ക് പാനിലേക്ക് ഒഴിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഓവർഫ്ലോ ഇല്ലാതൊക്കെ എടുക്കാനായിട്ട് വളരെ യൂസ്ഫുള്ളാണ്. 213 രൂപയ്ക്കാണ് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പം മീഷോ ട്രസ്റ്റഡ് പ്രോഡക്റ്റാണ്. അപ്പോൾ എപ്പോഴും പ്രോഡക്റ്റ് ചെക്ക് ചെയ്യുന്ന സമയത്ത് താഴെ വന്നിട്ട് റിവ്യൂ കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ഈ ഒരു ബോട്ടിലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഇതിൽ ആദ്യം സെലക്ട് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ഒരു പ്ലാസ്റ്റിക്കിൽ വരുന്നതായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കാര്യം കിച്ചണിൽ എപ്പോഴും യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ പൊട്ടിപ്പോവൊക്കെ ചെയ്താൽ പിന്നെ ഓയിലൊക്കെ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ എടുക്കുമ്പോൾ പൊട്ടിയാൽ അങ്ങ് പോയില്ലേ. അപ്പം ഞാൻ പ്ലാസ്റ്റിക്കിൻ്റെ ആയിരുന്നു ആദ്യം എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പ്ലാസ്റ്റിക്കിനെ വന്ന് നോക്കിയ സമയത്ത് ഒരുപാട് വലുപ്പവും ഭയങ്കര ഹൈറ്റും ഒക്കെ ആയിട്ട് നമുക്ക് എപ്പോഴും കൺവീനിയൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിക്കായിരുന്നില്ല. അങ്ങനെയാണ് ഈ ഒരു ബോട്ടിലേക്ക് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു ബോട്ടിൽ 100% വർത്താണെന്ന് തന്നെ പറയാം. കാരണം നമ്മളിപ്പോൾ ഒരു കടയിലൊക്കെ പോവുകയാണെങ്കിൽ ഒരു ഗ്ലാസ് ബോട്ടിലിനൊക്കെ നല്ല വിലയുണ്ട്. അപ്പോൾ ആ ഒരു രീതിക്ക് നമുക്ക് ഒന്നിൻ്റെ പൈസയ്ക്ക് ഇതുപോലെ 2 ബോട്ടിൽ നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ സെറ്റിങ്സ് എന്ന് പറയുന്നത് ഇതിന് ഇതേപോലത്തെ ഈ ഒരു ക്യാപ്പാണ് വരുന്നത്. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിങ്ങനെ ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ വളരെ കുറഞ്ഞ എമൗണ്ടിലുള്ള ഓയിൽ മാത്രമേ നമുക്കിങ്ങനെ സ്പ്രെഡ് ആവുള്ളൂ. അത് വലിയൊരു കാര്യമാണല്ലേ. നമ്മൾ കുപ്പിയോടൊക്കെ എടുക്കുന്ന സമയത്ത് അത് ഒരുപാട് ഓയിൽ ഫ്ലോ ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. ബോട്ടിലിൻ്റെ കാര്യം പറയുകയാണെങ്കിലും നല്ല തിക്കായിട്ടുള്ള ഗ്ലാസ് മെറ്റീരിയലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നി. ക്യാപ്പും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. എല്ലാം കൊണ്ടും 10 ഔട്ട് ഓഫ് 10 കൊടുക്കാൻ പറ്റിയ ഒരു പ്രോഡക്റ്റാണ് കേട്ടോ അത്. അപ്പോൾ ഇതാണ് നമ്മൾ മീഷോന്ന് വാങ്ങിച്ചിട്ടുള്ള ആദ്യത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. കാണാനാണെങ്കിലും അടിപൊളിയായിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. കാണാൻ നല്ല ക്യൂട്ടാണ്. കയ്യിൽ ഒതുങ്ങുന്ന ഒരു സൈസ് ബോട്ടിലും കൂടെയാണ് കേട്ടോ അത്. ഇതാണ് നമ്മൾ മീഷോന്ന് ആദ്യമായിട്ട് വാങ്ങിയിട്ടുള്ള പ്രോഡക്റ്റ്. ഇനി അടുത്തതായിട്ട് വാങ്ങിച്ചിട്ടുള്ള പ്രോഡക്റ്റ് ഈ ഒരു സ്പൈസ് ബോക്സ് ആണ് കേട്ടോ. സ്റ്റീലിൻ്റെ ഈ ഒരു സ്പൈസ് ബോക്സ് ആണ്. ഇതാണ് മീഷോന്ന് വാങ്ങിച്ചതിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പിന്നെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ മീഷോയുടെ ഡീറ്റെയിൽസ് എന്താണെന്ന് നോക്കാം. ഈ ഒരു പ്രോഡക്റ്റ് വന്നിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീൽ സ്പൈസ് ഡബ്ബ മസാല കണ്ടെയ്നർ ബോക്സ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. 492 രൂപയ്ക്ക് മീഷോ ട്രസ്റ്റഡ് പ്രോഡക്റ്റ് ആയിട്ടാണ് ഇത് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത്. ഈ 492 രൂപ നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന് വർത്തായിട്ടുള്ളൊരു ഐറ്റം തന്നെയാണ് കേട്ടോ അത്. ഇതിൻ്റെ ക്വാളിറ്റിയിലായാലും എല്ലാം കൊണ്ടും. അപ്പോൾ ഇതിൽ വരുന്നത് 7 സ്പൈസ് കണ്ടെയ്നേഴ്സാണ് കേട്ടോ വരുന്നത്. എല്ലാം വരുന്നത് സ്റ്റീലിൽ തന്നെയാണ്. ഇതിൻ്റെ കൂടെ ഒരു സ്പൂണും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതിൻ്റെ ഈ ഒരു ലിഡിനൊക്കെ നല്ല ടൈറ്റ് ഉണ്ട് കേട്ടോ. ശരിക്കും ഞാൻ അത് വാങ്ങുന്ന സമയത്ത് എൻ്റെ ശരിക്കുള്ളൊരു ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ലിഡൊക്കെ നല്ല ലൂസായിരിക്കും, പെട്ടെന്ന് എടുക്കുമ്പോൾ ഒക്കെ നിലത്ത് വീണ് പൊട്ടിപ്പോയാലോ എന്നൊക്കെ. കാരണം ഗ്ലാസ് അല്ലേ വരുന്നത്. പക്ഷേ ഇതൊരു എക്സ്ട്രാ ടൈറ്റ് ആയിട്ടുള്ളൊരു ലിഡാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിലിതാ ഇതേപോലത്തെ 7 കണ്ടെയ്നേഴ്സ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഹൈറ്റിലൊക്കെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം വെയിറ്റും ഉണ്ട് കേട്ടോ. അപ്പോൾ ഓരോ കണ്ടെയ്നറിനും വേണ്ട ആ ഒരു വെയിറ്റ് ഇതിനുണ്ട്. എല്ലാം നല്ല പ്യുവർ സ്റ്റെയിൻലെസ് സ്റ്റീലായിട്ട് തന്നെയാണ് ഉള്ളത്. നല്ലൊരു ഡബ്ബ ആണ് കേട്ടോ, നല്ലൊരു പാത്രമാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഈ ഒരു സ്പൂണും കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ലിഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇത് ഗ്ലാസ് അല്ല, അതല്ലാതെ വേറെ എന്തോ ഒരു മെറ്റീരിയൽ നിലത്ത് വീണാൽ പൊട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് ഗ്ലാസിനേക്കാളും നല്ലത് സ്റ്റീലായിരിക്കും. കാരണം നമ്മൾ എപ്പോഴും പെട്ടെന്ന് എടുക്കുമ്പോൾ ലിഡ് താഴെ വീണാൽ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. പിന്നൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ലുക്ക് നോക്കുകയാണെങ്കിൽ അത് ഗ്ലാസിൻ്റെ ലിഡായിരിക്കും. അങ്ങനെ എനിക്ക് വാങ്ങിയതിന് ശേഷം തോന്നിയിട്ട്. പക്ഷേ എന്തായാലും ഒരു 10 ഔട്ട് ഓഫ് 10 കൊടുക്കാൻ പറ്റിയ അടിപൊളി പ്രോഡക്റ്റാണ്. ഒരു മസ്റ്റ് ബൈ ആയിട്ട് തന്നെ നമുക്ക് വെക്കാം. നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന എല്ലാ സ്പൈസസും ഈ ഒരു പാത്രത്തിലിട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആക്സസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. എന്തായാലും 10 ഔട്ട് ഓഫ് 10 കൊടുക്കാം. അടിപൊളി മീഷോ ട്രസ്റ്റഡ് പ്രോഡക്റ്റാണ്. ഇനി തേർഡ് പ്രോഡക്റ്റിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു 4 ബോർഡാണ് കേട്ടോ. ഈ ഒരു 4 ബോർഡാണ് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ലുക്കൊക്കെ കണ്ടിട്ട് തന്നെയാണ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ ആരെങ്കിലും ഒരു റിവ്യൂ കണ്ടിട്ടൊന്നും അല്ല. എനിക്ക് ജസ്റ്റ് ഇങ്ങനെ തോന്നി ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലുള്ളൊരു കിച്ചണിൽ അല്ലെങ്കിൽ ഒരു വർക്ക് സ്പേസിൽ നമുക്ക് വെക്കാൻ പറ്റിയ ഒരു സംഭവമായിട്ട് തോന്നിയുകൊണ്ട് പർച്ചേസ് ചെയ്തിട്ടുള്ളതാണ്. മീഷോയിലെ ഡീറ്റെയിൽസിലേക്ക് വരികയാണെങ്കിൽ
ഇതിൽ കൊടുത്തിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ഡിസൈനർ വുഡൻ വാൾ ഹാങ്ങിങ് ചോപ്പിംഗ് ബോർഡ് എന്നാണ് ഇതിൽ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുള്ളത്. റേറ്റ് വന്നിട്ട് 183 ആണ്. മീഷോ ട്രസ്റ്റഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ഒന്നും അല്ല കേട്ടോ. 4 ഡിഫറെൻറ്റ് മോഡൽ ഇതിൽ കാണിക്കുന്നുണ്ട്. ഏത് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം. 5 കാണിക്കുന്നുണ്ട് തോന്നുന്നു. അപ്പോൾ അടിപൊളിയാണ് കേട്ടോ സംഭവം കയ്യിൽ കിട്ടിയിട്ട്. അപ്പോൾ ഇതിൽ വുഡ് എന്ന് കൊടുത്തിട്ടുണ്ട്, പക്ഷേ ഇതൊരു വുഡല്ലാതെ ഒരു പ്ലൈവുഡിലാണ് വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. തീരെ വെയ്റ്റ്ലെസ് ആണ്. അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു സ്റ്റിക്കർ ടൈപ്പ് കൊടുത്തിട്ടുള്ളതാണ്. നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ സാധനത്തിന്. ആ കൊടുത്ത റേറ്റിന് എന്തായാലും ക്വാളിറ്റി ഉണ്ട്. ഇതിൻ്റെ ഈ ഒരു ഷേപ്പും കാര്യങ്ങളൊക്കെ നല്ലൊരു ലുക്ക് തരുന്നുണ്ട്. അപ്പോൾ ഇതിൽ 4 കോട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഫ്രണ്ടിൽ ഈ ഒരു സ്റ്റിക്കർ കൊടുത്തിട്ടുള്ള ഭാഗത്ത് വെള്ളം ആയാലൊക്കെ നമുക്ക് തുടച്ചെടുക്കാനൊക്കെ ആയിട്ട് പറ്റും. പക്ഷേ ഞാൻ ബാക്ക് സൈഡിൽ ഇങ്ങനെ വെള്ളം ഒന്നാക്കി നോക്കിയ സമയത്ത് ചെറുതായി ഒന്ന് അബ്സോർബ് ആവുന്നുണ്ട്. അപ്പം ക്ലിയർഡ് ആയിട്ടുള്ള ഒരു വുഡ് മെറ്റീരിയൽ അല്ല എന്ന് തോന്നുന്നു. എങ്കിലും കൊടുത്ത റേറ്റിന് വേർത്ത് ആയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടാണ്, നല്ലൊരു ഡെക്കോറായിട്ടാണ് കേട്ടോ. അപ്പോൾ അതിങ്ങനെ പൊളിഞ്ഞ് പോരുന്നൊന്നുമില്ല ഇപ്പോൾ തൽക്കാലം. അപ്പോൾ ഇതാണ് നമ്മൾ മീഷോന്ന് വാങ്ങിയിട്ടുള്ള 3rd പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അടിപൊളി പ്രോഡക്റ്റാണ് കേട്ടോ. നമ്മുടെ 4ാമത്തെ പ്രോഡക്റ്റ് വന്നിട്ട് ഒരു മീഷോ ട്രസ്റ്റഡ് പ്രോഡക്റ്റാണ്. ഈ ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ആണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത് കേട്ടോ. അപ്പം ഇതിൻ്റെ മീഷോയിലെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ആർട്ടിഫിഷ്യൽ ട്രീ ഹൗസ് പ്ലാന്റ് സെറ്റ് ഓഫ് 2 ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. റേറ്റ് വന്നിട്ട് 155 ആണ്. പറഞ്ഞ പോലെ തന്നെ മീഷോ ട്രസ്റ്റഡ് പ്രോഡക്റ്റ് ആണ്. ഒരുപാട് റിവ്യൂസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ ഈ പറഞ്ഞ പോലെ തന്നെ അടിപൊളിയായിട്ടുള്ള പ്രോഡക്റ്റാണ്. നമ്മൾ ഈ കൊടുക്കുന്ന 155 രൂപയ്ക്ക് വേർത്തായിട്ടുള്ള നല്ല 2 ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ആണ് കേട്ടോ ഇത് കിട്ടിയിട്ടുള്ളത്. കാണാനായിട്ടും നല്ല ഭംഗിയുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ പോട്ടിന് അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. ഇതിന് മുന്നേ ഒക്കെ ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളതിൽ വെയിറ്റ്ലെസ് ആയിട്ടുള്ള പോട്ട് വരുന്നതുകൊണ്ട് ഇത് നമ്മൾ വിചാരിച്ച സ്ഥലത്ത് കറക്റ്റ് ഇതിൽ നിൽക്കണം എന്നില്ല. പക്ഷേ ഇത് പോട്ടിന് നല്ല വെയിറ്റ് ഉള്ളതുകൊണ്ട് നല്ല സ്റ്റഡിക്ക് അങ്ങ് നിന്നോളും. നല്ല ക്യൂട്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ ആർട്ടിഫിഷ്യൽ പ്ലാന്റിൻ്റെ നെക്കാളും കുറച്ചുകൂടെ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. ഒരു ഒറിജിനൽ പോലെയൊക്കെ നമുക്ക് തോന്നിക്കും ചില സൈറ്റിൽ കേട്ടോ. അപ്പോൾ 155 ആണ് നമ്മൾ റേറ്റ് കൊടുത്തിട്ടുള്ളത്. റേറ്റിന് എന്തായാലും വേർത്തായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള പ്രോഡക്റ്റാണ്. ഇനി ഈ വന്നുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ 5ാമത്തെ ഐറ്റം എന്ന് പറയുന്നത് കേട്ടോ. നമ്മൾ മീഷോന്ന് മേടിച്ചിട്ടുള്ള ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ബാസ്ക്കറ്റാണിത്. മീഷോയിലെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് കൊടുത്തതെന്ന് നോക്കാം. ഇത് വന്നിട്ട് പ്ലാസ്റ്റിക് ഹോളോ ഫ്ലവർ ബാസ്ക്കറ്റ്, ബക്കറ്റ്, പെൻ സ്റ്റാൻഡ്, മേക്കപ്പ് ബ്രഷ് സ്റ്റാൻഡ്, അങ്ങനെ എന്തായിട്ടും നമുക്കിത് യൂസ് ചെയ്യാം. 146 ആണ് റേറ്റ് വന്നിട്ടുള്ളത്. മീഷോ ട്രസ്റ്റഡ് ആയിട്ടുള്ള ഐറ്റം ഒന്നുമല്ല. അപ്പോൾ ഈ ഒരു റേറ്റ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായല്ലോ ഇത് അത്ര ഒരു വേർത്തായിട്ടുള്ളൊരു പിന്നെ പർച്ചേസ് ആണെന്ന് തോന്നുന്നില്ല. കാര്യം നമുക്കിപ്പോൾ നാട്ടിൽ തന്നെ ഇതൊരു 100ൻ്റെ ഉള്ളിലൊക്കെ നമുക്കിത് നാട്ടിൽ തന്നെ പല സ്ഥലത്തും കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. 146 മാത്രമൊന്നും ഇതില്ല. പിന്നെ പർച്ചേസ് ചെയ്ത് പിന്നെ റിട്ടേൺ അടിക്കേണ്ട ദിവസത്തിനുള്ളിൽ തന്നെ ഞാനത് വിട്ടുപോയി. അതുകൊണ്ട് ഇതെൻ്റെ കയ്യിലായി പോയതാണ്. ഞാനിത് വാങ്ങിച്ചിട്ടുള്ളത് നമുക്ക് ക്രോക്കറിയിൽ യൂട്ടൻസിൽസൊക്കെ ഒന്ന് ഹോൾഡ് ചെയ്യാനോ അല്ലെങ്കിൽ പിന്നെ LED ക്യാൻഡിൽസൊക്കെ ഹോൾഡ് ചെയ്യാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ച് വാങ്ങിച്ചിട്ടുള്ളതാണ്. അത്ര വേർത്തായിട്ടുള്ള ബൈയിങ് ഒന്നുമല്ല, എങ്കിലും പ്രോഡക്റ്റ് കൊള്ളാം. ക്വാളിറ്റിയും നല്ല ക്വാളിറ്റിയാണ്. വന്ന കളർ എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പം ജസ്റ്റ് പ്രോഡക്റ്റാണ്. ഇനി അടുത്ത മീഷോന്ന് വാങ്ങിച്ചിട്ടുള്ള ഈ ഒരു പ്രോഡക്റ്റ് ഉണ്ടല്ലോ, ഞാനിപ്പോൾ സ്ക്രൂ ഒക്കെ അഴിച്ച് ഇങ്ങോട്ട് എടുത്തിട്ടുള്ള ഐറ്റമാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഈ സംഭവങ്ങളൊക്കെ നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് തോന്നി ഒരു ഹോൾ വീഡിയോ എടുക്കാം, പ്രോഡക്റ്റ് അടിപൊളിയല്ലേ എന്ന്. അങ്ങനെ പിന്നെ സ്ക്രൂ ഒക്കെ അഴിച്ചെടുത്തിട്ടുള്ള ഓരോ സാധനങ്ങളാണ് ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ ഇതാ ഈ ഒരു സാധനത്തിൻ്റെ മീഷോയിലെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. വോൾ ഹാങ്ങിങ് ഫോർ റൂം, ബെഡ്റൂം, ഹോം, ബാൽക്കണി എന്നൊക്കെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. റേറ്റ് വന്നിട്ട് 178 ആണ്. ഇതിൻ്റെ പല ഷേപ്പിലുള്ളതും ഇങ്ങനെ താഴെ കാണാനായിട്ടുണ്ട് കേട്ടോ. സ്ക്വയറിലും അതേപോലെ തന്നെ ട്രയാങ്കിൾ ഷേപ്പിൽ, അതേപോലെ ഹോമിൻ്റെ ആ ഒരു ഷേപ്പിൽ, അതൊക്കെ ഇപ്പം വന്നിട്ടുള്ളതാണ് കേട്ടോ. ഞാൻ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അതൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ എല്ലാം കാണാനായിട്ട് നല്ല ക്യൂട്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത് ഇതാണ്. 178 ആണ് റേറ്റ് വരുന്നത്. 4 എണ്ണമാണ് കേട്ടോ നമുക്കിതിൽ കിട്ടുക. അപ്പോൾ അത് ഇതുപോലെ ആയിരിക്കും കിട്ടുക. അതായത് ഇതുപോലെ ഈ റൗണ്ട് പീസ് വേറെയും അതേപോലെ ഈ ഒരു ഷെൽഫിൻ്റെ ഈ ഒരു പീസ് വേറെ ആയിട്ട് കിട്ടും. ഇത് നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് ലോക്ക് ചെയ്യാണ് ചെയ്യൽ. അപ്പോൾ ആ ഒരു വെയിറ്റിനുള്ള സംഭവം ഇതുള്ളൂ. നമ്മൾ ജസ്റ്റ് ആ ഒരു ഹോളിലേക്ക് കറക്റ്റായിട്ട് ഇതൊന്ന് ലോക്ക് ചെയ്തിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പം 4 സംഭവം വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ ഇത് നല്ലപോലെ ലോക്ക് ആവുന്നുണ്ടോ എന്നാണ് നോക്കേണ്ടത്. കാരണം ഇതിൻ്റെ താഴത്തെ റിവ്യൂവിൽ കാണുന്നുണ്ട് ഒന്നും തന്നെ ലോക്ക് ആയിട്ടില്ലായിരുന്നു. പിന്നെ 7 ദിവസം കഴിഞ്ഞ് നോക്കുന്ന സമയത്ത് റിട്ടേൺ ആക്കാനും പറ്റിയില്ല എന്നൊക്കെ. അപ്പോൾ വരുന്ന സമയത്ത് അതങ്ങനെ ലോക്ക് ആവുന്നുണ്ടോ നോക്കുക. അതിൻ്റെ 2 സ്ക്രൂവിൻ്റെ ഹോൾ കൊടുത്ത സ്ഥലത്ത് നമുക്കിത് ഹാങ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഹാങ് ചെയ്ത് കൊടുത്തുനിന്നിപ്പം എടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഞാൻ ഇതുപോലെയാണിത് ഞങ്ങളുടെ ഈ ഒരു ലിവിങ് സ്പേസിൽ ഹാങ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഈ വരുന്ന ഈ ഒരു 7ാമത്തെ പ്രോഡക്റ്റിനെ കുറിച്ച് കൂടുതലായിട്ടൊന്നും പറയാനില്ല. ഒരുപാട് റിവ്യൂ ഒക്കെ കണ്ടിട്ടുണ്ടാവും. അങ്ങനെ ആ റിവ്യൂ ഒക്കെ കണ്ടിട്ട് തന്നെയാണ് ഞാനും വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്കിതിൻ്റെ മീഷോയിലെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്നുള്ളത് 140 റുപ്പീസിനാണ് മീഷോ ട്രസ്റ്റഡ് ആയിട്ടുള്ള ഈ ഒരു ഐറ്റം നമുക്ക് കിട്ടിയിട്ടുള്ളത്.
അപ്പോൾ പ്രോഡക്റ്റിൻ്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ താഴെ ഒരുപാട് കൊടുത്തിട്ടുണ്ട്. കുറേ ആളുകൾ ഇത് നല്ലത് പറഞ്ഞിട്ടുണ്ട്, കുറേ ആളുകൾ മോശമാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ സ്പ്രിങ് കംപ്ലയിൻ്റ് ആണെന്നൊക്കെ. എനിക്കെന്തായാലും സംഭവം വന്നപ്പോൾ നല്ല രീതിക്കാണ് വന്നിട്ടുള്ളത്. നല്ല പ്രോഡക്റ്റിന് കംപ്ലയിൻറ്റും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഒരു 4-5 ദിവസം ഉപയോഗിച്ചപ്പോഴേക്ക് ഈ ഒരു സ്ക്രബ്ബറിൻ്റെ ഈ സ്പോഞ്ചും ഈ ഒരു സ്ക്രബ്ബറും രണ്ടായി വന്നിട്ടുണ്ട്. അതങ്ങനെ ഒരു കംപ്ലയിൻ്റ് ആയിട്ട് പറയാനുണ്ടോ എന്ന് നോക്കിയാൽ അറിയില്ല. കാര്യം നമുക്ക് ഈ ഒരു റേറ്റിന് കിട്ടുന്ന പ്രോഡക്റ്റിന് നമ്മളും കാണുന്നൊരു ക്വാളിറ്റി ഉണ്ടല്ലോ, ആ ഒരു ക്വാളിറ്റി ഇതിനുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ബോക്സിലേക്ക് വരികയാണെങ്കിൽ നല്ല തിക്കായിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് മെറ്റീരിയലാണ് ഇത് വന്നിട്ടുള്ളത്. അതിനുള്ളിൽ കൊടുത്തിട്ടുള്ള സ്പ്രിങ്ങിനാണെങ്കിലും അല്ലെങ്കിൽ ഒന്നിനും എനിക്കങ്ങനെ ഒരു കംപ്ലയിൻ്റ് ആയിട്ട് തോന്നിയിട്ടില്ല. വളരെ യൂസ്ഫുൾ ആണെന്നാണ് തോന്നിയിട്ടുള്ളത്. കാര്യം നമ്മൾ ഡിഷസൊക്കെ കഴുകുന്ന സമയത്ത് അതിൻ്റെ അഴുക്ക് നമ്മുടെ ഈ ഒരു ലിക്വിഡായിട്ട് മിക്സ് ആവാതിരിക്കുന്നത് നല്ല കാര്യം തന്നെയാണ്. അതിൻ്റെ സ്പ്രിങ്ങിനൊന്നും ഇതുവരെ കംപ്ലയിൻറ്റ് വന്നിട്ടില്ല. ഇനിയിപ്പോൾ വാങ്ങി ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഒരു മാസമൊക്കെ ആയിട്ടോ. അതിൻ്റെ താഴെ കുറേ ആൾ കമൻറ്റ് കണ്ടിട്ടുണ്ട് പെട്ടെന്ന് കേടായി പോയി എന്നൊക്കെ. കംപ്ലയിൻ്റ് ഒന്നുമില്ല. അതിൻ്റെ സ്ക്രബ്ബർ ജസ്റ്റ് ഒന്ന് അങ്ങനെ ആയിരുന്നുള്ളൂ കേട്ടോ. അതർവൈസ് ഓക്കെ ആയിട്ടുള്ള അടിപൊളി പ്രോഡക്റ്റാണ്. അടുത്തത് നമ്മൾ വീണ്ടും മീഷോ ട്രസ്റ്റഡ് ആയിട്ടുള്ള ഈ ഒരു പ്രോഡക്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഇതൊരു ഗ്ലാസ് ബൗളാണ്, മിക്സിംഗ് ബൗളാണ്. ഇതിൽ മീഷോയിലെ ഡീറ്റെയിൽസ് നോക്കാം. മിക്സിംഗ് ബൗൾ ആൻഡ് സെർവിങ് ബൗൾ 1000 ml. 1000 ml ഒരു ബൗളാണിത് വന്നിട്ടുള്ളത്. റേറ്റ് വന്നിട്ട് 135 ആണ്. പ്ലസ് ഡെലിവറി ചാർജ് വന്നിട്ടുള്ളത് ഒരു 87 രൂപയാണ് വന്നിട്ടുള്ളത്. പക്ഷേ ഞാനിത് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഇതിന് 171 റേറ്റ് മാത്രം, ഡെലിവറി ചാർജ് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതിപ്പോൾ ഇൻക്രീസ് ആയതായിരിക്കാം. എന്തായാലും ബൗളിൻ്റെ ക്വാളിറ്റി അടിപൊളിയാണ്. നല്ല തിക്കായിട്ടുള്ള ഗ്ലാസ് മെറ്റീരിയലാണ് വന്നിട്ടുള്ളത്. സെർവ് ചെയ്യാനായാലും അല്ലെങ്കിൽ മിക്സ് ചെയ്യാനായാലും അടിപൊളിയാണ്. 100% തന്നെ കൊടുക്കാം. അതായത് 10 out of 10 കൊടുക്കാൻ പറ്റിയ നല്ലൊരു ബൗളാണ് കേട്ടോ. ഒട്ടും നല്ല വെയിറ്റുള്ള ഒരു ബൗളാണ്. അപ്പോൾ എന്തായാലും പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി അടുത്തതായിട്ട് നമ്മൾ മീഷോന്ന് വാങ്ങിച്ചിട്ടുള്ളത് ഇതാ ഈ ഒരു സ്റ്റാൻഡാണ് കേട്ടോ. ഈ ഒരു സോപ്പ് സ്റ്റാൻഡാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. ഇത് കോംബോ ഓഫ് 2 ആയിരുന്നു. അതിലൊന്ന് നമ്മൾ ചുമരിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അത് വായിച്ചെടുക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ്. ഈ സെയിം സാധനം തന്നെ കേട്ടോ. ഈ ഒരു സെയിം സംഭവം തന്നെയാണ് രണ്ടെണ്ണം വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് മീഷോയിലെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ബാത്റൂം ഷെൽസ് ഡബിൾ ലെയർ സോപ്പ് ഡിഷ് ഹോൾഡർ എന്നാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 290 രൂപയാണ് കേട്ടോ. മീഷോ ട്രസ്റ്റഡ് ആയിട്ടുള്ള പ്രോഡക്റ്റാണ്. അതായത് നമുക്ക് ഷെൽഫോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ കിച്ചണിലും ബാത്റൂമിലും ഒക്കെ ആയിട്ട് നമുക്കത് ജസ്റ്റ് വാളിൽ ഹാങ് ചെയ്തിട്ട് നമുക്കത് യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. ഇത് സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്നാണ് കൊടുത്തിട്ടുള്ളത്. ആ ഒരു സെയിം മെറ്റീരിയൽ തന്നെയാണ്. നല്ലൊരു കുറച്ചൊരു തിക്കായിട്ടുള്ളൊരു മെറ്റീരിയലാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ രണ്ടെണ്ണമാണ് വന്നിട്ടുള്ളത്. രണ്ട് സെയിം തന്നെയായിരുന്നു. അപ്പം ഞാൻ ഒന്നത് കൊടുത്തിട്ടുള്ളത് കിച്ചണിലാണ്. പിന്നെ ഇതിലൊന്ന് എടുത്ത് പറയാനുള്ളത് ഇതിൻ്റെ എല്ലാ ക്വാളിറ്റിയും അടിപൊളിയാണ്. അതർവൈസ് ഈ ഒരു ക്ലിപ്പ് ഉണ്ടല്ലോ, ഇത് നമ്മളിങ്ങനെ ഒരു പിന്നെ ഗമ്മ് വെച്ചിട്ട് നമുക്ക് ഈ ബാക്കിൽ സ്റ്റിക്കർ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് വാളിൽ സ്റ്റിക്ക് ചെയ്ത് വെക്കാം. അങ്ങനെയാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഈ ഒരു ക്ലിപ്പിന് അത്ര ഒരു സ്ട്രോങ് പോരാത്തതുകൊണ്ട് ഇത് ഹോൾഡ് ചെയ്ത് നിൽക്കാനുള്ള വെയിറ്റ് താങ്ങാനുള്ള ഒരു ഇത് അതിലില്ലാത്തതുകൊണ്ട് ആ ക്ലിപ്പ് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ. അപ്പോൾ അതിനുശേഷം ഞാനത് സ്ക്രൂ ചെയ്തിട്ട് കിച്ചണിൽ വെക്കുകയാണ്. അതായത് കിച്ചണിലുള്ള ഒരു സിങ്കിൻ്റെ അടുത്ത് അത്ര സ്പേസ് ഇല്ലായിരുന്നു. അപ്പോൾ നമ്മൾ പാത്രങ്ങളെല്ലാം കൂടെ വെക്കുമ്പോൾ ഒരു കൺജസ്റ്റഡ് ആവണ്ടെന്ന് കരുതിയിട്ട് ഇത് വാളിൽ ഇതേപോലെ സ്ക്രൂ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ സ്ക്രൂ ചെയ്യുന്നതായിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നു. ആ ക്ലിപ്പ് വെച്ചിട്ട് അത് അത്ര സ്ട്രോങ് ആയിട്ട് നിൽക്കണമെന്നില്ല. അതർവൈസ് പ്രോഡക്റ്റ് അടിപൊളിയാണ്. 10 out of 10 കൊടുക്കും. ഇനി അടുത്ത പ്രോഡക്റ്റ് വന്നിട്ട് എഗെയിൻ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു ആക്ച്വൽ ലുക്ക് ഞാൻ ഇതിൻ്റെ സൈഡ് കൊടുക്കാം. ഇത് കോംബോ പാക്ക് 2 ആയിട്ട് കോംബോ ഓഫറിലായിട്ട് ഞാൻ വാങ്ങിച്ചിട്ടുള്ള സാധനമാണ്. അപ്പോൾ എന്താണ് ഇതിലെ മീഷോയിലെ ഡീറ്റെയിൽസ്, എന്താണ് ഇതിൻ്റെ ആക്ച്വൽ ലുക്ക് എന്നുള്ളത് നമുക്ക് അങ്ങനെ നോക്കാം. യൂസ്ഫുൾ ഹോം കിച്ചൺ ബാത്റൂം വാഷ് ബേസിൻ ഷെൽഫ് എന്നാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ ഈ ഒരു 2 പീസായിട്ടാണ് ഇത് വന്നിട്ടുള്ളത് കേട്ടോ. ഒന്ന് ഇതേപോലെ ഈ ഒരു ഹാങ്ങർ ഉള്ളതും ഒന്ന് ഹാങ്ങർ ഇല്ലാത്തതും. അതിൽ ഹാങ്ങർ ഉള്ളത് എൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയ ആ സമയത്ത് തന്നെ ജസ്റ്റ് അതിൻ്റെ ഒരു സ്ട്രോങ് നോക്കി വലിച്ചപ്പോൾ തന്നെ അത് പൊട്ടിപ്പോയിട്ടുണ്ട്. ഹാങ്ങർ ഇല്ലാത്തത് ഞാൻ സ്ക്രൂ ചെയ്ത് വെക്കുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതായത് ഇത് 2 എണ്ണമാണ് വരുന്നത്. ഒന്നിൽ ഹാങ്ങർ വരും, ഒന്നിൽ ഹാങ്ങർ ഇല്ലാതെ വരും. അതിൽ ആ ഹാങ്ങർ ആ ഒരു ടൈമിൽ തന്നെ എടുത്ത് ജസ്റ്റ് അതിൻ്റെ ഒരു ഉറപ്പ് നോക്കിയപ്പോൾ തന്നെ അത് പൊട്ടിപ്പോയിട്ടുണ്ട്. അതായത് അത്ര ഒരു ബലത്തിലുള്ളൊരു ഹാങ്ങർ ആയിരുന്നില്ല. പക്ഷേ ഈ ഒരു 2 എണ്ണം അടിപൊളിയാണ്. ഇതിന് വന്നിട്ടുള്ളത് നേരത്തെ ഈ കാണിച്ച പോലെ തന്നെ ഇതേപോലത്തെ ഈ ഒരു ഗമ്മ് വെച്ചിട്ട് സീൽ ചെയ്യുന്ന ഈ ഒരു സംഭവമാണ്, ഒരു ലോക്ക് ചെയ്യുന്നൊരു സംഭവമാണ്. അതായത് നമ്മൾ വാളിലിങ്ങനെ ഗമ്മ് വെച്ചിട്ട്, അതായത് അതിൻ്റെ ബാക്കിലുള്ള സ്റ്റിക്കർ റിമൂവ് ചെയ്യുമ്പോൾ അതിന് വരുന്ന ഗമ്മ് വെച്ച് വാളിൽ സ്റ്റിക്ക് ചെയ്യലാണ്. പക്ഷേ ആ ഒരു ഗമ്മ് വെച്ച് സ്റ്റിക്ക് ചെയ്യുന്നത് അത്ര സ്ട്രോങ് ആയിട്ട് തോന്നിയിട്ടില്ല. അതുകൊണ്ട് ഞാനിത് സ്ക്രൂ ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു ഗമ്മിന് നല്ലൊരു ഇതൊക്കെ അവർ പറയുന്നുണ്ടെങ്കിലും അതത്ര ഇതായിട്ട് എനിക്ക് തോന്നിയില്ല. ഞാൻ ബാത്റൂമിൽ
ബാത്റൂമിലാണ് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബാത്റൂമിൽ ആ ഒരു നനവും അങ്ങനെയൊക്കെ ആവുന്ന സമയത്ത് അതങ്ങനെ വിട്ടു പോരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് സ്ക്രൂ ചെയ്യാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പ്രോഡക്റ്റിൻ്റെ റേറ്റ് വന്നിട്ട് 140 ആണ് പറഞ്ഞിട്ടുള്ളത്. ആ ഒരു റേറ്റിന് എന്തായാലും വർത്താണ്. അതായത് നമുക്ക് കിച്ചണിലോ ബാത്റൂമിലൊന്നും ഇങ്ങനെ ഒരു ഷെൽഫോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിലും ഒരുപാട് പ്രോഡക്റ്റ് നമുക്ക് ഹാങ് ചെയ്തിടാനായിട്ട് ഈ ഒരു സംഭവം മതി കേട്ടോ. അപ്പോൾ 2 ഞാൻ വാങ്ങി. 140 ആണ് റേറ്റ്. ഹാങ്ങറിന് വലിയ ക്വാളിറ്റി ഒന്നും പ്രതീക്ഷിക്കേണ്ട, പക്ഷേ സംഭവം അടിപൊളിയാണ്. ഇനി അടുത്തതായിട്ട് വാങ്ങിച്ചിട്ടുള്ളത് ഈ ഒരു ജൂട്ട് മാറ്റാണ്. കിച്ചണിലേക്കായാലും അല്ലെങ്കിൽ നമുക്ക് ടേബിളിൻ്റെ മുകളിലൊക്കെ ആയിട്ട് ഒരു ഡെക്കറേറ്റീവായിട്ട് വെക്കാനായിട്ട് പറ്റിയ ഒരു നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള ഒരു ജൂട്ട് മാറ്റാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. 154 നമുക്ക് ഈ ഒരു ജൂട്ട് മാറ്റ് കിട്ടിയിട്ടുള്ളത്. നല്ല വലിയ സൈസിലൊന്നും അല്ല, എങ്കിലും നമുക്കൊരു ചെറിയ സൈസിൽ നല്ല ക്യൂട്ടായിട്ട് കിച്ചണിലൊക്കെ വെക്കാനായിട്ട് പറ്റും. നല്ല പ്രോഡക്റ്റാണ്, നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ഇനി അടുത്ത പ്രോഡക്റ്റിലേക്ക് വരികയാണെങ്കിൽ ഈ ഒരു ചോപ്പിംഗ് ബോർഡാണ് അടുത്ത പ്രോഡക്റ്റായിട്ട് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത്. ഞാൻ കുറേ കാലം വിഷ് ലിസ്റ്റിൽ ഇട്ടിട്ട് വാങ്ങിച്ചിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ. കാരണം നന്നാവോ എന്താണെന്നറിയാതെ, പിന്നെ ഇപ്പോൾ എല്ലാവരുടെ കയ്യിലും വുഡൻ കട്ടിംഗ് ബോർഡ് ഉള്ള കാരണം അങ്ങനെ വാങ്ങിച്ചിട്ടുള്ളതാണ്. മീഷോയിലെ ഡീറ്റെയിൽസിലേക്ക് പോവാം, അത് കഴിഞ്ഞിട്ടൊരു കഥ പറയാം. നമുക്ക് 148 ഈ ഒരു വുഡ് കട്ടിംഗ് ബോർഡ് നമുക്ക് കിട്ടിയിട്ടുള്ളത്, ചോപ്പിംഗ് ബോർഡ് കിട്ടിയിട്ടുള്ളത്. മീഷോ ട്രസ്റ്റഡ് ആയിട്ടുള്ള പ്രോഡക്റ്റാണ്. ഒരുപാട് പേരുടെ റിവ്യൂസ് ഉണ്ട്, 5 സ്റ്റാറൊക്കെ കിട്ടിയിട്ടുള്ള റിവ്യൂസൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. എന്തായാലും 148 ഇത് വേർത്താണോ എന്ന് ചോദിച്ചാൽ 100% വേർത്തായിട്ടുള്ളൊരു ഐറ്റമാണ്. വുഡാണ് മെറ്റീരിയൽ ഇതിൽ കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റിയൽ ആയിട്ടുള്ളൊരു വുഡല്ല, എന്തോ ഒരു കോട്ടിങ് ഇതിൽ വരുന്നുണ്ട് പുറമെ. അപ്പോൾ ഇതിൻ്റെ ഒരു കഥ പറയാനുണ്ട് എന്ന് പറഞ്ഞത്, ഇതിൽ നിങ്ങൾ നല്ല സൂക്ഷിച്ച് നോക്കിയാൽ കാണാം അവിടെ ഇവിടെ ആയിട്ട് ഇതേപോലെ ഇങ്ങനെ ചെറിയൊരു ക്രാക്ക് വന്ന പോലെ ഉണ്ട്. അതായത് ഒരു ദിവസം ഫുള്ള് കിണറിൽ കിടന്ന ഒരു സംഭവമാണിത് കേട്ടോ. അതെന്താ സംഭവം എന്ന് വെച്ചാൽ, ഫസ്റ്റിലൊക്കെ നമുക്ക് ഈ ഒരു കട്ടിംഗ് ബോർഡ് കിട്ടുന്ന സമയത്ത് നമ്മൾ ഒരുപാട് വാഷ് ചെയ്യുക, സോപ്പിട്ട് വാഷ് ചെയ്യുന്നില്ല, ജസ്റ്റ് തുടച്ചൊക്കെ മിനുക്കി കൊണ്ടടക്കും. അതിനെ ഫസ്റ്റിൽ ഞാനിത് ഉപയോഗിച്ച് കഴിഞ്ഞ ഫസ്റ്റ് ഡേ തന്നെ ഞാൻ നമ്മുടെ കിണറിൻ്റെ മുകളിൽ ഗ്രില്ലിട്ടതിൻ്റെ മുകളിൽ വെച്ച് ജസ്റ്റ് ഒന്ന് ഉണക്കുമല്ലോ, അത് ആ കൂട്ടത്തിൽ ഇതും വെച്ച് ഉണക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ സൈഡിൽ വെച്ചപ്പോൾ ഗ്രില്ലിൻ്റെ ഗ്യാപ്പിലൂടെ ഇത് താഴെ കിണറിൽ വീണ് പോയിട്ടുണ്ട്. അങ്ങനെ ആ ഒരു ദിവസം എങ്ങനെ മെനക്കെട്ട് നോക്കിയിട്ടും അന്നത്തെ ദിവസം അത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പിറ്റേ ദിവസം നോക്കുമ്പോൾ പിറ്റേ ദിവസം ആകുമ്പോഴേക്കും ഞാൻ കരുതി ഇത് വെള്ളത്തിൻ്റെ അടിക്ക് പോയിട്ടുണ്ടാവുമെന്ന്. പക്ഷേ നോക്കുമ്പോൾ അത് മുകളിൽ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം നമ്മൾ കുറേ ശ്രമിച്ച് പിന്നെ ഒരു കൊട്ടയൊക്കെ ഇട്ട് ആളെങ്ങോട്ട് എടുത്തു. അങ്ങനെ എടുത്തൊക്കെ കഴിഞ്ഞിട്ടും കുറച്ചൊരു വെള്ളം ഇങ്ങനെ കുടിച്ചിട്ട് അങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് അങ്ങനെ കുറച്ച് ക്രാക്സ് വീണെന്നല്ലാതെ വേറെ ഒന്നും സംഭവിച്ചിട്ടില്ല. അപ്പം ഞാൻ ഈ ഒരു പൈസക്ക് വാങ്ങിയ ഈ ഒരു സംഭവം ഞാൻ കരുതി ഒരു ദിവസം വെള്ളത്തിൽ കിടന്ന് അതങ്ങ് 4 പീസായിട്ട് വെള്ളത്തിൻ്റെ അടിക്ക് പോയിട്ടുണ്ടാവുന്നു. പക്ഷേ അങ്ങനെ ഒന്നുമല്ല, ഒന്നും പറ്റിയിട്ടില്ല. ജസ്റ്റ് അവിടെ ഇങ്ങനെ ഒരു ക്രാക്സ് ഇതിന് വീണെന്നുള്ളൂ കേട്ടോ. അപ്പം തന്നെ ഈ ഒരു സാധനം നല്ലതാണെന്ന് എനിക്ക് തോന്നി. കാരണം ഒരു ദിവസം ഫുള്ള് വെള്ളത്തിൽ കിടന്നിട്ട് ഇതിങ്ങനെയല്ലേ ആയുള്ളൂ. ഞാൻ കരുതി ഇതൊരു 4 പീസായിട്ട് ഇതിൻ്റെ ലെയറൊക്കെ പോയിട്ട് ഫുള്ള് വെള്ളം കുടിച്ചിട്ട് വെള്ളത്തിൻ്റെ അടിയിലായിട്ടുണ്ടാവുന്നു. പക്ഷെ അങ്ങനെയൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ നല്ലൊരു സാധനമാണെന്ന് എനിക്ക് തോന്നിയിട്ടോ. നല്ല പ്രോഡക്റ്റാണ്. അപ്പോൾ ഹുക്കൊന്നും ഇട്ടിട്ട് ഇത് എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇതിൻ്റെ ഇങ്ങനത്തെ ഈ ഒരു വളഞ്ഞ ഹോളല്ലേ, അപ്പോൾ അതിലൊന്നും ഹുക്ക് കൊടുക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ കൊട്ടയൊക്കെ കെട്ടി നമ്മളിതൊക്കെ എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്തായാലും നല്ല പ്രോഡക്റ്റാണ്. കുറച്ച് വെള്ളം ഇങ്ങനെ കുടിച്ചതിൻ്റെ ആ ഒരു ചെറിയൊരു ഷേപ്പിൽ ചെറിയൊരു മുഖച്ചായക്കൊരു വ്യത്യാസം വന്നതെന്നല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. നമ്മളെ പേർപ്പസ് നടക്കുന്നുണ്ട്, അതേപോലെ കാണാനും വലിയ കുഴപ്പമൊന്നും വന്നിട്ടില്ല. അപ്പം നല്ല പ്രോഡക്റ്റ് തന്നെയാണ് കേട്ടോ. ആർക്കെങ്കിലും വാങ്ങണം എന്നുണ്ടെങ്കിൽ ഷുവറായിട്ട് നല്ല 100% ഗ്യാരണ്ടിയിൽ ഇത് വാങ്ങിക്കാവുന്നതാണ്. ഇനി അടുത്ത ഈ ഒരു മീഷോ പർച്ചേസിനെ കുറിച്ച് ഒരുപാടൊന്നും പറയാനില്ല. വേർത്തായിട്ടുള്ളൊരു ബയ്യിങ്ങോ കാര്യങ്ങളോ ഒന്നുമല്ല. ജസ്റ്റ് നമ്മളങ്ങനെ കണ്ടപ്പോൾ വാങ്ങണമെന്ന് തോന്നി അങ്ങനെ വാങ്ങിച്ചിട്ടുള്ളതാണ്. എന്താണ് മീഷോയിൽ ഇത്? ഈ ഒരു 3 ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സിൻ്റെ ഒരു കോംബോ ആണ്. പോട്ട് ഫോർ ഹോം ഡെക്കോർ 226 രൂപയാണ് വന്നിട്ടുള്ളത്. മീഷോ ട്രസ്റ്റഡ് ഒന്നും അല്ല. ഫോട്ടോയിൽ കാണിച്ചതിലും എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫ്ലവേഴ്സാണ് കിട്ടിയിട്ടുള്ളത്. പക്ഷേ ഞാൻ കരുതി ഓക്കെ ജസ്റ്റ് അവിടെ ഇരിക്കട്ടെ എന്ന്. പക്ഷേ ഇത് വാങ്ങിയത് അറിഞ്ഞിട്ട് എല്ലാവരും പറഞ്ഞു ഇതിനേക്കാളും നല്ലത് നാട്ടിൽ കിട്ടിയായിരുന്നു. 226 രൂപയ്ക്ക് ഇതിലും നല്ല ഓഫർ മീഷോയിൽ ഉണ്ടായിരുന്നു എന്ന്. അപ്പോൾ എപ്പോഴും നമ്മൾ മീഷോയിൽ എന്തെങ്കിലും വാങ്ങുന്ന സമയത്ത് ഒരുപാട് സ്ക്രോൾ ചെയ്ത് തപ്പിയിട്ട് തന്നെ വാങ്ങുക. ഇത് അത്ര വർത്ത് ബയ്യിങ് ഒന്നും അല്ല, പക്ഷേ ചെറിയ ഒരു എമൗണ്ട് നമ്മൾ വാങ്ങി വെച്ചതല്ല. ഇതിൻ്റെ ക്വാളിറ്റി നല്ലതായിരുന്നു. പക്ഷേ ആ ഒരു റേറ്റിന് മാത്രം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലയെന്ന് വേണമെങ്കിൽ പറയാം. ഇനി നമ്മുടെ ലാസ്റ്റിലെ പ്രോഡക്റ്റ് വന്നിട്ട് ഈ ഒരു വൈറൽ കിച്ചൺ റാക്കാണ്. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് കിട്ടിയിട്ടുള്ളത് 245 രൂപയ്ക്കാണ്. ആ ഒരു കൊടുത്ത പ്രൈസിന് എന്തായാലും വർത്ത് ആയിട്ടുള്ള ഒരു റാക്കാണ് കേട്ടോ. കിച്ചണിലേക്ക് മൾട്ടി പർപ്പസ് ആയിട്ട് ഭയങ്കര നല്ല രീതിയിൽ തന്നെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. നല്ലൊരു പ്രോഡക്റ്റാണ്. 10 ഔട്ട് ഓഫ് 10 തന്നെ ഈ പ്രോഡക്റ്റിന് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടെങ്കിൽ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസ് ആയിട്ട് ഒന്ന് ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ ഫുള്ളായിട്ട് തന്നെ ഒന്ന് കണ്ടു നോക്കുക. ഈ ഇതിൽ കാണിച്ച പ്രോഡക്റ്റ്സൊക്കെ നമ്മൾ കിച്ചണിൽ സെറ്റ് ചെയ്യുന്നൊക്കെ ഒരു വീഡിയോ ഇൻഷാ അല്ലാഹ് ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസ് ആയിട്ട് ഒന്ന് ഷെയർ ചെയ്യുക. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ചാനൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യുക.